Geeky Studio, we're ready to play. In a world full of wonders, fun can be found. ദൂരെയൊരു രാജ്യത്ത് സിൻഡറെല്ല എന്നൊരു പേരുള്ള പെൺകുട്ടി താമസിച്ചിരുന്നു. അവൾ ദയയും സൗമ്യതയും ഉള്ളവളായിരുന്നു. അവളെ ലോകം സൗമ്യമായിരുന്നില്ല. അവൾ ക്രൂരമായ രണ്ടാനമ്മയും അനുജത്തിമാരുമൊത്ത് താമസിച്ചിരുന്നു. രാവിലെ തൊട്ട് രാത്രി വരെ അവൾ വിശ്രമമില്ലാതെ ജോലി ചെയ്തു. പക്ഷേ അവളുടെ സൗമ്യതയ്ക്ക് മറുപടി ക്രൂരമായ ചിരിയായിരുന്നു. അവസാനമില്ലാത്ത ജോലിഭാരം ആയിരുന്നു. അവർക്കവൾ ഒരു മകളോ സഹോദരിയോ അല്ല, പകരം ഒരു വേലക്കാരി മാത്രമായിരുന്നു. ഒരു ദിവസം രാജാവിന്റെ ദൂതൻ ഒരു വാർത്തയുമായി വന്നു. രാജ്യം മുഴുവൻ ആവേശത്തിലായി. രാജകുമാരൻ ഒരു മഹാവിരുന്ന് നടത്തുകയാണ്. എല്ലാ കന്യകമാരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാനമ്മയുടെ കണ്ണുകൾ പ്രകാശിച്ചു. സിൻഡറെല്ല അവിടെ നിന്ന് വിചാരിച്ചു, ഒരു രാജകീയ വിരുന്ന് എല്ലാവർക്കുമോ? അന്ന് രാത്രി സിൻഡറെല്ല തനിയെ ഇരുന്ന് സ്വപ്നങ്ങൾ കണ്ടു. അവൾ അതിമനോഹരമായ ഡാൻസ് ഹാള്, നക്ഷത്രം പോൽ തിളങ്ങുന്ന വിളക്കുകൾ, പുതിയ വസ്ത്രങ്ങളും പാട്ടും എല്ലാം സ്വപ്നത്തിൽ കണ്ടു. അവൾ വേദിയിൽ കയറുമ്പോൾ അവളെ നോക്കി രാജകുമാരൻ കൈ നീട്ടുന്നതായി അവൾ സങ്കൽപ്പിച്ചു. ഒരു കൊച്ചു ചിരി അവളുടെ മുഖത്തു വന്നു. ഇതൊക്കെ നടക്കുവാൻ വേണ്ടി അവൾ ആഗ്രഹിച്ചിരുന്നു. അവളുടെ ഭാവനയിൽ രസിച്ചുകൊണ്ട് അവൾ തലയാട്ടി. പക്ഷേ രണ്ടാനമ്മ സിൻഡറെല്ലയെ വിരുന്നിലേക്ക് കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു. അവളുടെ സ്വപ്നം മങ്ങിത്തുടങ്ങി. സഹോദരിമാർ പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞപ്പോൾ സിൻഡറെല്ല നിഴലുകളിൽ നിന്ന് നിശബ്ദമായി നോക്കി നിന്നു. വണ്ടി നീങ്ങിയപ്പോൾ അവളുടെ അവസാന പ്രതീക്ഷയും അണഞ്ഞു. രാത്രി ശാന്തവും മനോഹരവുമായിരുന്നു. പക്ഷേ അത് അവൾക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല. നിശബ്ദമായ രാത്രിയിൽ കവിളിൽ കണ്ണീരുമായി അവൾ ഇരിക്കുമ്പോൾ ലോകം അവളെ പൂർണ്ണമായും മറന്നുപോയതായി തോന്നി. അപ്പോൾ ഒരു മൃദുവായ തിളങ്ങുന്ന ഒരു വെളിച്ചം പ്രകാശിച്ചു. ഫേരി ഗോഡ് മദർ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, കരയരുത് കുഞ്ഞേ. മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഏഞ്ചൽ കുമ്പളങ്ങയെ കാറേജാക്കി, എലികളെ കുതിരകളാക്കി, പഴയ വസ്ത്രം നക്ഷത്രങ്ങളാൽ തഴുകിയ വസ്ത്രമായി മാറ്റി. പക്ഷേ അതിലുപരി അവൾ സിൻഡറെല്ലയെ ഓർമ്മിപ്പിച്ചു, ഈ നിമിഷം നിങ്ങളുടെ വിധിയിലേക്കുള്ള പരിവർത്തനമാണ്. ഇത് അതീവ സുന്ദരമാണ്. സിൻഡറെല്ല വിശ്വസിക്കാൻ പറ്റാണ്ട് പറഞ്ഞു. എന്റെ കുഞ്ഞേ, പോയി നീ അർഹിക്കുന്ന രാത്രി ആസ്വദിക്കൂ, ഫെയറി ഗോഡ്മദർ പറഞ്ഞു. പിന്നെ ഒരു മുന്നറിയിപ്പ് നൽകി, പക്ഷേ ഓർക്കുക, അർദ്ധരാത്രിയാകുമ്പോൾ മാന്ത്രിക ശക്തി മങ്ങിപ്പോകും. അവൾ കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ ജനക്കൂട്ടം നിശബ്ദമായി. എല്ലാ കണ്ണുകളും അവളിലേക്ക് തിരിഞ്ഞു. അവളുടെ സൗന്ദര്യത്താൽ മാത്രം അല്ല, ആത്മവിശ്വാസത്തിന്റെ നിസ്സംശയ മൗനതിലക്കം കൊണ്ടും. അവളെ കണ്ടപ്പോൾ രാജകുമാരൻ മനസ്സിലായി, അവൾ താൻ ഇതുവരെ കണ്ടിട്ടുള്ള ആരിൽ നിന്നും വ്യത്യസ്തയാണെന്ന്, സുന്ദരിയും ശാന്തയും യഥാർത്ഥയും ആണെന്ന്. അവൻ അവളോട് ചോദിച്ചു, നീ എന്റെ കൂടെ ഡാൻസ് ചെയ്യുമോ? ഒരു പാട്ടിന്റെ 2 വരികൾ പോലെ അവർ ഒരുമിച്ചാണ് നീങ്ങിയത്. ഓരോ ചുവടുവെപ്പിലും അവർക്കിടയിലുള്ള അകലം ഉരുകിപ്പോയി, ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും. അവർ മൃദുലമായ ശബ്ദത്തിൽ സംസാരിച്ചു. വാക്കുകൾ എളുപ്പത്തിൽ ഒഴുകി. അവർ ചിരിച്ചു. ആ നിമിഷം അത്രമേൽ നന്നായി തോന്നിയതിനാലാണ്. കുറച്ചു നേരത്തേക്ക് അവർ പരസ്പരം വളരെക്കാലമായി അറിയുന്നവരാണെന്ന് തോന്നി. പക്ഷേ സമയം ആർക്കുവേണ്ടിയും നിൽക്കില്ല. അർദ്ധരാത്രി വന്നു. ഞാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അവൾ ബോൾറൂമിൽ നിന്ന് ഓടി. അവൾ വലിയ പടിക്കെട്ടിലൂടെ ഓടി ഇറങ്ങുമ്പോൾ അവളുടെ ഹൃദയം പടപടാ മിടിക്കുന്നുണ്ടായിരുന്നു. അവളുടെ തിടുക്കത്തിൽ ഒരു ഗ്ലാസ് സ്ലിപ്പർ അവളുടെ കാലിൽ നിന്ന് വഴുതി മാർബിൾ തറയിൽ തിളങ്ങി. രാജകുമാരൻ അവളെ പിന്തുടർന്നു. പക്ഷേ അവൾ ഇതിനകം പോയിരുന്നു. സ്ലിപ്പറും അവളുടെ കണ്ണുകളുടെ ഓർമ്മയും മാത്രമാണ് അവശേഷിച്ചത്. രാജകുമാരൻ അവളെ കണ്ടെത്തുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഗ്രാമങ്ങളിലും താഴ്വരകളിലും തിരക്കേറിയ പട്ടണങ്ങളിലും ശാന്തമായ കൃഷിയിടങ്ങളിലും അയാൾ തിരഞ്ഞു. പലരും പ്രതീക്ഷിച്ചു, പലരും ശ്രമിച്ചു, പക്ഷേ ഒന്നും ശരിയായില്ല. ദിവസങ്ങൾ കടന്നുപോയി. തിരച്ചിൽ തുടർന്നു. അദ്ദേഹത്തിന്റെ പട്ടാളക്കാർ പറഞ്ഞു, ഞങ്ങൾ പട്ടണത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും തിരഞ്ഞു.
ആരും ബാക്കിയില്ല രാജാവേ. പക്ഷേ രാജകുമാരൻ പിന്മാറിയില്ല. പിന്നെ ഞങ്ങൾ എല്ലാ വീടുകളിലും തിരച്ചിൽ നടത്തും, അദ്ദേഹം പറഞ്ഞു. വലുതോ ചെറുതോ, ധനികയോ ദരിദ്രയോ ആകട്ടെ, അവളെ കണ്ടെത്തുന്നതുവരെ ഞങ്ങൾ നിൽക്കില്ല. അവസാനമായി അവന്റെ വണ്ടി ഒരു സാധാരണ വീട്ടിൽ എത്തി. ആ യാത്രയ്ക്ക് അവസാനം വരാനാകാത്തതുപോലെ തോന്നിയ ഒരിടം. എങ്കിലും അവൻ തിരഞ്ഞത് ഏറ്റവും അടുത്താണ് എന്നാണ് അവന്റെ ഹൃദയം പറഞ്ഞത്. ഒരു പട്ടാളക്കാരൻ സിൻഡ്രല്ലയെ അടുപ്പിനടുത്ത് കണ്ടു. പക്ഷേ രണ്ടാനമ്മ പെട്ടെന്ന് അകത്തേക്ക് കയറി അവന്റെ വഴി തടഞ്ഞു. അപ്പോഴാണ് രാജകുമാരൻ അകത്തു കയറി ചോദിച്ചത്, എന്തിനാണ് അവളെ തടഞ്ഞുവെക്കുന്നത്? രണ്ടാനമ്മ പരിഭ്രമത്തോടെ പറഞ്ഞു, അവൾ വെറും വേലക്കാരി മാത്രമാണ്. പക്ഷേ രാജകുമാരൻ പറഞ്ഞു, രാജ്യത്തെ എല്ലാ യുവതിമാരും ഈ പരീക്ഷണത്തിൽ പങ്കെടുക്കണം, അതാണ് രാജകീയ ഉത്തരവ്. ഇപ്പോൾ രണ്ടാനമ്മയ്ക്ക് എതിർക്കാനായില്ല. കണ്ണുകളിൽ ശാന്തമായ ഒരു ശക്തിയും ഒരിക്കൽ അവർ പങ്കിട്ട സംഗീതം ഇപ്പോഴും വഹിക്കുന്ന ഹൃദയവുമായി സിൻഡ്രല്ല ഇരുന്നു. ഷൂ അവളുടെ കാലിൽ ഒതുങ്ങിയപ്പോൾ ആ നിമിഷം എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്ന് തോന്നി. രണ്ടാനമ്മയും സഹോദരിമാരും പോലും ശ്വാസം മുട്ടിനോക്കി. ആ ദിവസം സിൻഡ്രല്ലയുടെ ലോകം മാറിയത് അവൾ ഒരു ഗൗൺ ധരിച്ചതുകൊണ്ടോ ഒരു രാജകുമാരനോടൊപ്പം നൃത്തം ചെയ്തതുകൊണ്ടോ അല്ല, മറിച്ച് അവൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടാതിരുന്നതുകൊണ്ടും ദയ കാണിക്കുന്നത് നിർത്താത്തതുകൊണ്ടുമാണ്. അങ്ങനെ അവളുടെ ഹൃദയത്തിൽ ധൈര്യവും അരികിൽ സ്നേഹവും ഉള്ളതിനാൽ സിൻഡ്രല്ല ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു. If you like the video, please don't forget to share, like and subscribe. Visit our channel for more heartwarming tales. Bye bye.